കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. എന്റെ ഗ്രാൻഡ് പതിവായി മോർണിംഗ് വാക്കിന് പോകാറുണ്ടായിരുന്നു. വെരി ഗുഡ്. ഹെൽത്ത് ഈസ് വെൽത്ത്. അതാണ് മോർണിംഗ് വാക്കിന്റെ ഗുണം. ഗ്രാൻഡ് ഹെൽത്ത് കൊണ്ട് വെൽത്ത് ഉണ്ടാക്കിയത് മന്ത്രിക്കുറുക്കനാ. അതെങ്ങനെയാ? അവൻ ഗ്രാൻഡ് പിടിച്ച് കറുമുറന്ന് തിന്നു. ദുഷ്ടൻ. അവനെങ്ങാനും എന്റെ കൈ കിട്ടിയ ഇടിച്ചവനെ ഞാൻ ചമ്മന്തിയാക്കും. ഗുഡ് മോർണിംഗ് മന്ത്രി ചേട്ടാ. വെരി ഗുഡ് മോർണിംഗ്. റേംബോ ആരെ ചമ്മന്തിയാക്കുന്ന കാര്യമാ പറയുന്ന? അതെ, ഒരു ക്യാരറ്റ് കിട്ടിയിരുന്നെങ്കിൽ ചമ്മന്തി അരച്ച് തിന്നാമായിരുന്നു എന്ന് പറഞ്ഞതാ. നീ ക്യാരറ്റ് ചമ്മന്തി അരച്ചാണോ തിന്നുന്നേ? ഇന്നലെ ക്യാരറ്റ് ആണെന്ന് കരുതി കല്ലൊരെണ്ണം എടുത്ത് കടിച്ചു. പല്ലൊരെണ്ണം ഇളകി. ഇപ്പൊ ചവയ്ക്കാ വയ്യ. നേരാണോടി സുന്ദരി? അതേ മന്ത്രി ചേട്ടാ, പാവം റാംബോ പല്ലുവേദന എടുത്തിട്ട് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടേയില്ല. ഓ, എന്തായാലും നിങ്ങൾ വന്നത് നന്നായി. ഞാനേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഡോണ്ട് വറി, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അതല്ലടാ, നിങ്ങളിൽ ഒരാളാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. അയ്യോ ചേട്ടാ, ഞങ്ങള് കുളിച്ചിട്ടില്ല. പള്ളി പോകാനല്ല പറഞ്ഞത്, വയറ്റി പോകാനാ. എന്നാലും ഞങ്ങൾക്കും ഇല്ലേ ചേട്ടാ ഒരു മാനേഴ്സ് ഒക്കെ. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഇവിടെ വെയിറ്റ് ചെയ്യ്. ഞങ്ങള് കുളിച്ചിട്ട് പെട്ടെന്ന് വരാം. നിങ്ങളിൽ ആരെയാ ഞാൻ തിന്നേണ്ടത് അത് പറഞ്ഞാ മതി. ഒരു ഓട്ട മത്സരം ആവാം. റഫറി പിന്നിൽ ഓടും. എന്തിന്? തോൽക്കുന്ന മത്സരാർത്ഥിയെ തിന്നാൻ. ഫിനിഷിംഗ് പോയിന്റ് എവിടാ? എന്റെ വയറ്റില്. അയ്യോ, എന്നാ ലൈനപ്പ് ആയിക്കോ. ഗോ. സുന്ദരി ചേച്ചി മുന്നിൽ ഓടിക്കോ, ഞാൻ പിടികൊടുത്തോളാം. വേണ്ട റാംബോ, നീ രക്ഷപ്പെട്ടോ. ചേച്ചി വേഗം ഓടി കയറ്. വേണ്ട റാംബോ, നീ രക്ഷപ്പെട്ടോ. വേണ്ട, എനിക്ക് ചേച്ചിയേക്കാൾ വലുതല്ല ഞാൻ. എനിക്കും നിന്നേക്കാൾ വലുതല്ല ഞാൻ.
മന്ത്രിച്ചേട്ടാ, എന്താ സംഭവിച്ചത്? ഓ ഓ എന്നെ ആരോ ഫുട്ബോൾ തട്ടുന്ന പോലെ തട്ടി. ഓ അയ്യോ, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ഒന്നും വേണ്ടായേ. ഓ ഓ ഞാൻ പോയിട്ട് ആമവൈദ്യനെ ഒന്ന് കാണട്ടെ. അയ്യോ. ഇതെന്തൊരു അത്ഭുതമാണടി സുന്ദരി. അതാടാ എനിക്ക് മനസ്സിലാകാത്തത്. ഹായ് ലിറ്റിൽ മിക്കായേൽ. രണ്ടാളും പേടിച്ചുപോയി അല്ലേ? അതെ മിക്കായേൽ. മിക്കായേൽ വന്നില്ലായിരുന്നുവെങ്കിൽ ആ മന്ത്രിക്കുറുക്കൻ ഞങ്ങളിൽ ഒരാളുടെ കഥ കഴിച്ചേനെ. അതല്ലേ ഞാൻ വന്നത്. ഇതെങ്ങനെയാ മിക്കായേൽ ഇത്ര കൃത്യമായി പ്രത്യക്ഷപ്പെടുന്നത്? ദേവഹിതം ആര് മാനിച്ചാലും അവിടെ എന്റെ സാന്നിധ്യമുണ്ടാവും. ദേവഹിതമോ? അതേ കൂട്ടുകാരെ, സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു വലിയ കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ എന്ത് പറഞ്ഞു? സുന്ദരിക്ക് വേണ്ടി റാംബോ മരിക്കാൻ തയ്യാറായി. റാംബോയ്ക്ക് വേണ്ടി സുന്ദരിയും മരിക്കാൻ തയ്യാറായി. അതിലും വലിയ ദേവഹിതമില്ല. സുന്ദരി മരിക്കുന്നത് എനിക്ക് സങ്കടമാ. അതാ ഞാൻ അങ്ങനെ പറഞ്ഞേ. റാംബോ മരിക്കുന്നത് എനിക്കും സങ്കടമാ. അതിലും നല്ലതല്ലേ ഞാൻ മരിക്കുന്നത്. നിങ്ങളുടെ ഈ മനോഭാവത്തിന് ഒരിക്കലും മാറ്റമുണ്ടാവാതിരിക്കട്ടെ. സന്തോഷത്തോടുകൂടി പോകുവിൻ. ശരി മിക്കായേൽ. കിട്ടു, ഞാനൊരു സംശയം ചോദിക്കട്ടെ? എന്താ പൊന്നു? എല്ലാവരും ഉണ്ണീശോയുടെ മക്കളല്ലേ? അതെ, ദൈവം ആദ്യത്തെ ഭൂമിയും സൃഷ്ടിച്ചു. അവരുടെ സന്തതി പരമ്പരകൾ മണൽ തരി പോലെ ഭൂമിയെല്ലാം നിറഞ്ഞു. നീ എന്തിനാ പൊന്നു സൺഡേ ക്ലാസ്സിൽ പോകുന്നേ? അതുപോലും അറിയില്ലേ? എന്റെ സംശയം അതല്ല ബെറ്റി. എല്ലാവരും ദൈവത്തിന്റെ മക്കളാണല്ലോ. എന്നിട്ടെന്താ എല്ലാവരുടെയും സ്വഭാവം ഒരുപോലാകാത്തത്? കുറെ പേര് പണക്കാര്, കുറെ പേര് പാവങ്ങള്, രോഗികൾ, വികലാംഗർ, സൗന്ദര്യമുള്ളവർ, ഇല്ലാത്തവര്. അതെന്താ അങ്ങനെ? അത് ശരിയാണല്ലോ. ബെറ്റിക്ക് അറിയാവോടി? എനിക്കറിയാൻ പാടില്ല. തക്കടൂനറിയോ? ഇനി ആരോട് ഇതൊന്ന് ചോദിക്കുക? ഹായ് മിഖായേൽ. വാ കൂട്ടുകാരെ, നമുക്ക് മിക്കായേലിനോട് ചോദിക്കാം. പ്രൈസ് ദി ലോർഡ് മിഖായേൽ. പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ. മിഖായേൽ, ഞങ്ങൾക്കൊരു സംശയം. എനിക്കറിയാം, നിങ്ങൾ ഈ പൂക്കളെ നോക്കൂ. പല നിറങ്ങൾ, പല വർണ്ണങ്ങൾ, വലുതും ചെറുതുമുണ്ട് അല്ലേ? അതെ മിഖായേൽ. ഈ പൂന്തോട്ടത്തിന്റെ ഉടമസ്ഥൻ എന്തുകൊണ്ട് ഒരേ തരം പൂക്കൾ മാത്രം വിരിയുന്ന ചെടികൾ നട്ടില്ല? അത് പൂക്കൾ ഏതായാലും അതിന്റെ ഗുണമാണ് പ്രധാനമെന്ന് ഉടമസ്ഥൻ അറിയാം. അത് ശരിയാണ്. നിറം ഏതായാലും പൂക്കൾ നമുക്ക് ഇഷ്ടപ്പെടണം. ചെളിയിലും പൂക്കൾ വിരിയുന്നുണ്ട്. ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ നിങ്ങൾ ചോദിക്കാൻ വന്ന ചോദ്യത്തിനുത്തരം? പൂക്കളുടെ കാര്യം ശരിയാ, പക്ഷേ സമ്പന്നരും യാചകരും ഉണ്ടാവുന്നത് എന്താ കാരണം? യാചകന് നല്ല നല്ല ഗുണങ്ങളുണ്ടായാലും എല്ലാവരും ആട്ടി ഓടിക്കില്ലേ? കൂട്ടുകാരെ, മനുഷ്യൻ മരിക്കുമ്പോൾ ജീവിതം അവസാനിക്കുകയല്ല, തുടങ്ങുകയാണ്. അത് ഞങ്ങൾക്കറിയാം. ഒരാൾ സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ എന്ന് തീരുമാനിക്കാൻ ദൈവം നടത്തുന്ന പരീക്ഷയാണ് ജീവിതം. അതും ഞങ്ങൾക്കറിയാം മിക്കായേൽ. അതുപോലെ സ്വർഗത്തിലേക്ക് വരുന്നവരുടെ സ്ഥാനമാനങ്ങൾ തീരുമാനിക്കാൻ അവർ ഭൂമിയിൽ വെച്ച് പരീക്ഷിക്കപ്പെടുന്നു. ആ പരീക്ഷകളാണ് സഹനങ്ങൾ. യേശു എന്തുകൊണ്ട് കൊട്ടാരത്തിൽ ജനിക്കാതെ കാലിത്തൊഴുത്ത് തിരഞ്ഞെടുത്തു? എന്തുകൊണ്ട് സഹനങ്ങൾ ഏറ്റുവാങ്ങി? എന്തുകൊണ്ട് മരക്കുരിശിൽ തൂങ്ങിക്കിടന്നപ്പോഴും പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞു? പിണങ്ങല്ലേ മിഖായേൽ, ഞങ്ങളൊരു സംശയം ചോദിച്ചതല്ലേ. അപ്പോഴേക്കും പിണങ്ങി. ഇങ്ങനെയാണെ ഞങ്ങൾ കൂട്ടില്ലാട്ടോ. എനിക്ക് നല്ലവരോട് പിണങ്ങാൻ അറിയില്ല, ഇണങ്ങാനേ അറിയൂ. എന്റെ എതിരാളികൾ ഉണ്ണീശോയുടെ എതിരാളികളാണ്. ഉണ്ണീശോയുടെ എതിരാളികൾ ഞങ്ങളുടെയും എതിരാളികളാണ്. എതിരാളികളെ മിത്രങ്ങളാക്കി മാറ്റുവാൻ ഉണ്ണീശോ തന്ന സമയമാണ് ജീവിതം. നിങ്ങൾ എത്ര പേരെ ഉണ്ണീശോയ്ക്ക് വേണ്ടി നേടും? ഞങ്ങൾ എന്താ മിഖായേൽ ചെയ്യേണ്ടത്? ഇന്ന് റാംബോ സുന്ദരിയോട് പറഞ്ഞു, എനിക്ക് എന്നേക്കാൾ വലുത് നീയാണെന്ന്. സുന്ദരി റാംബോയോടും പറഞ്ഞു, എനിക്ക് എന്നേക്കാൾ വലുത് നീയാണെന്ന്. ഈ മനോഭാവം നിങ്ങളുടെ കൂട്ടുകാരിലും നിങ്ങൾ വളർത്തിയെടുക്കുക. മിഖായേൽ കണ്ടോ, ഞങ്ങൾ ഇന്നു മുതൽ അതിനുവേണ്ടി പരിശ്രമിക്കും. ബെല്ലടിക്കാറായി, ഞങ്ങൾ പോട്ടെ. ശരി കൂട്ടുകാരെ.
പേച്ചി പെണ്ണെ, മതി കുളിച്ചത്. കേറിപ്പോ. അയ്യോ, രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. തമ്പൂട്ടന് എന്തു പറ്റി? പാടാ, നമുക്ക് നോക്കാം. അയ്യോ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. നീ എന്തിനാണ് തമ്പുട്ട ഇങ്ങനെ പേടിച്ച് നിലവിളിക്കുന്നത്? ആനകളെ തിന്നുന്ന ഒരു ജീവി നമ്മുടെ കാട്ടിൽ വന്നിട്ടുണ്ട് പിങ്കി. ആനകളെ തിന്നുന്ന ജീവിയോ? അതേ പിങ്കി, അവൻ ആ എലിഫന്റ് കോളനിക്ക് അടുത്തുള്ള ഗുഹയിലുണ്ട്. അവനെങ്ങനെ എലിഫന്റ് കോളനി കണ്ടുപിടിച്ചോ? ആ മന്ത്രിക്കുറുക്കനാ കാട്ടിക്കൊടുത്തത്. നിനക്ക് എന്ത് പറ്റിയടാ തമ്പൂട്ട? നമ്മുടെ നാട്ടില് ആനകളെ തിന്നുന്നൊരു ജീവി വന്നിട്ടുണ്ടെന്ന്. കുഴിയാനകളെ തിന്നുന്ന ജീവിയായിരിക്കും. ചിരിച്ചോ ചിരിച്ചോ, ഇനി ഈ കാട്ടിൽ ആനയുടെ പൊടി പോലും ഉണ്ടാവില്ല. ആനപ്പൊടിയോ? നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ലേ എന്നെ കളിയാക്കുന്നത്. ഞാൻ നിങ്ങളോട് കൂട്ടില്ല. എടാ തമ്പു, തമ്പു നിക്കടാ. നിന്നോട് ഞങ്ങൾക്ക് സ്നേഹമില്ലെന്ന് ആരാടാ പറഞ്ഞേ? നീ ഞങ്ങളുടെ ചങ്ക് ബ്രോ അല്ലേടാ. എന്താ കാര്യം പറ, കേക്കട്ടെ. ആനകളെ മാത്രം തിന്നുന്ന ഒരു ഭീകര ജീവിയുണ്ട്. അവൻ ഓരോ കാട്ടിലും താമസിച്ച് ആ കാട്ടിൽ ആനകളെയൊക്കെ തിന്നു തീർക്കും. അങ്ങനെ ഈ കാട്ടിലും വന്നു. എന്നിട്ട് അവൻ നമ്മുടെ മന്ത്രിക്കുറുക്കനുമായിട്ട് ചങ്ങാത്തമായി. ഏത് ആനയെ തിന്നാലും അതിന്റെ കരള് കുറുക്കന് കൊടുക്കുമെന്ന എഗ്രിമെന്റ്. ദുഷ്ടൻ. അങ്ങനെ കുറുക്കൻ അവനെ ഞങ്ങളുടെ കോളനിയുടെ അടുത്ത് താമസിപ്പിച്ചു. സിംഹരാജാവിനോട് പറഞ്ഞ ആ കള്ള കുറുക്കന്റെ കരളെടുത്തിട്ട് ആ പട്ടിക്കിട്ട് കൊടുക്കും. അതിന് സിംഹരാജാവ് പേടിച്ച് പനി പിടിച്ച് കിടക്കവല്ലേ. പേടിച്ചോ? ആരെ പേടിച്ച്? കുറുക്കൻ അവനെ സിംഹരാജാവിനെ പരിചയപ്പെടുത്താൻ കൊണ്ടുപോയി. അവനെ കണ്ടയുടനെ സിംഹരാജാവ് പേടിച്ച് ബോധം കെട്ടുപോയി. പനിയും പിടിച്ചു. നീ അവനെ കണ്ടോടാ തമ്പു? ഞാൻ അവനെ കണ്ട നിങ്ങളെ കാണാൻ പിന്നെ ഞാൻ ഉണ്ടാവോ? എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തക്കടും കൂട്ടുകാരും ക്ലാസ് വിട്ട് വരണം. അതിനു മുമ്പ് അവൻ ആനകളെ എല്ലാം തിന്നു തീർക്കോടാ. ഒരു ദിവസം ഒരാനയെ തിന്നുള്ളൂന്നാ ഞാൻ കേട്ടത്. അപ്പോ ഒരാനയുടെ കാര്യം പോക്ക. ദുഷ്ടത്തരം പറയല്ലടി പിങ്കി ആന്റി. അതൊക്കെ തമ്പുവിന്റെ കസിൻസ് അല്ലേ? ഞാൻ ഈ പേടിത്തൊണ്ടനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഒരു ജോക്ക് പറഞ്ഞതല്ലേ. നീ എന്താണ് ചിമ്പ ഇവിടെ വന്നിരിക്കുന്നേ? ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി ഇരുന്നതാ. എന്താ ചിമ്പ? കാട്ടിൽ ആനകളെ തിന്നുന്ന ഒരു ജീവി വന്നിട്ടുണ്ട്. ആനകളെ തിന്നുന്ന ജീവിയോ? അതേ കൂട്ടുകാരെ, തമ്പു നിങ്ങളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് തമ്പു എവിടെ? തമ്പു പേടിച്ച് വിറച്ചിരിക്കുക. അങ്ങനെ ഒരു ജീവി ഉണ്ടെങ്കിൽ അതിനൊന്ന് കാണണല്ലോ. ചിമ്പ വന്നേ. നിങ്ങൾ സിംഹരാജാവിനോട് പറഞ്ഞില്ലേ? അത് ശരിയാണല്ലോ. സിംഹരാജാവിന്റെ പെർമിഷൻ ഇല്ലാതെ ആർക്കെങ്കിലും ഇവിടെ ജീവിക്കാൻ പറ്റുമോ? സിംഹരാജന് ബോധം ഉണ്ടായാലല്ലേ ആക്ഷൻ എടുക്കാൻ പറ്റൂ. നീ നുണ പറയണ്ട, സിംഹരാജന് നല്ല ബോധമുണ്ട്. അതല്ലെന്നേ, ആ ഭീകര ജീവിയെ കുറിച്ച് കേട്ടപ്പോ തന്നെ രാജാവിന്റെ ബോധം പോയി. പേടിച്ച് പനിയും പിടിച്ചു. എന്നിട്ടും നിനക്ക് ഒരു കൂസലും ഇല്ലല്ലോ ചിമ്പ. അതെന്താടാ? ഞാൻ എന്തിനു പേടിക്കണം? അവൻ ആനകളെ മാത്രമല്ലേ തിന്നുള്ളൂ. എടാ ഭയങ്കര, തമ്പു നിന്റെ കൂട്ടുകാരനല്ലേടാ. അവനൊരു ആപത്ത് വരുമ്പോൾ നീയും അവന്റെ കൂടെ നിക്കണ്ടേ? അത് കാര്യമൊക്കെ ശരിയാ. എന്നാലും ജീവൻ വെച്ച് കളിക്കാൻ ആരെങ്കിലും തയ്യാറാവൂ? തമ്പുവിന്റെ ജീവനും നിന്റെ ജീവനും തമ്മിൽ എന്താടാ വ്യത്യാസം? അത് വ്യത്യാസം ഇല്ലേ? ഉണ്ടെങ്കി പറയടാ. തമ്പു ചത്താലും എനിക്ക് ജീവിക്കാലോ. കൊറേ പഴങ്ങൾ തിന്ന് ഊഞ്ഞാലാടി ഒരു ദിവസം നീയും ചത്തുപോ. അതെ, ചത്തുപോവും. ഉണ്ടെങ്കി പറയടാ. അപ്പോ ചാവാൻ വേണ്ടിയാണോ നീ ജീവിക്കുന്നേ? അതെ, ചാവാൻ വേണ്ടി തന്നെ. എന്നാ നീ അറിഞ്ഞിരുന്നോ, മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുന്നതാ ഭൂമിയിലെ ഏറ്റവും വലിയ നന്മ. എന്നാ നിങ്ങൾ എന്ന് തമ്പുവിന് വേണ്ടി മരിക്ക്. അങ്ങനെ എല്ലാവർക്കും മാതൃക കാണിക്കും. അല്ല പിന്നെ തമ്പുവിന് വേണ്ടി മരിക്കാൻ വേണ്ടി വന്നാൽ ഞങ്ങൾ മരിക്കും. അതിന് ഞങ്ങൾക്ക് ഒട്ടും പേടിയില്ല. എടാ തമ്പു, നീ ഇങ്ങനെ
വിഷാദിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? ഞാൻ പിന്നെ എന്ത് ചെയ്യാനാടി കറുമ്പി? എന്നെ തമ്പൂട്ട, ഏത് പ്രശ്നത്തെയും നമ്മൾ ചങ്കൂറ്റത്തോടെ നേരിടണം. ഭീകരജീവി കാക്കകളെ തിന്നില്ല, അതുകൊണ്ട് നിനക്ക് എന്തും പറയാലോ. കെട്ടോനെയും കൂട്ടുകാരെയും വിളിക്കാൻ പോയാ ആ ചെമ്പനെയും കാണുന്നില്ലല്ലോ. അവൻ പേടിച്ച് കാട് വിട്ട് കാണും. അവൻ എന്തിനാ പേടിക്കണേ? ഭീകരജീവി കൊരങ്ങന്മാരെ തിന്നില്ലല്ലോ. അത് പിന്നെ ഗതികെട്ടാ പുലി പുല്ലും തിന്നും എന്ന് പറയുന്നത് പോലെ ആനകളെ കിട്ടാതായാൽ കാക്കയിറച്ചിക്ക് ഭയങ്കര കയ്പാ. അതൊന്ന് ഭീകരജീവിയോട് പറയാൻ എന്താ ഒരു മാർഗം? അല്ല, നീ കാക്കയിറച്ചി തിന്നിട്ടുണ്ടോ? മറ്റുള്ളവർക്ക് എന്തെങ്കിലും ആപത്ത് വന്നാ സഹതപിക്കാൻ എല്ലാവരും മത്സരിക്കും, കൂടെ നിൽക്കാൻ എല്ലാവർക്കും പേടിയാ. തമ്പുട്ട, നീ അങ്ങനെ പറയരുത്. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അവന്റെ കണ്ണിൽപ്പെടാതെ മുങ്ങി നടക്കും. നീ ഒന്ന് പോയടി കറുമ്പി. ഞാനൊന്ന് കുറച്ചു നേരം സ്വസ്ഥമായിരിക്കട്ടെ. അത് ശരി, തമ്പു ഇവിടെ ഒന്ന് ഒളിച്ചിരിക്കുകയാണോ? എടാ തമ്പു, ഈ കള്ളക്കുറുക്കൻ ആനയുടെ കരള് തിന്നാനല്ലേ ആ സാധനത്തിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. ഇവനെ അങ്ങനെ പപ്പടം പൊടിക്കുന്ന പോലെ പൊടിച്ചാലോടാ. കറുമ്പി, നീ വെറുതെ തമ്പുവിനെ വാശി കേട്ടരുത്. കറുമ്പി പറഞ്ഞത് ശരിയല്ലേടാ? എന്ത് ശരി? നീ വെറുതെ കാര്യം അറിയാതെ ചൂടാവരുത്. ഹിംസ പാവമാണ്. ആ രാക്ഷസൻ ആനകളെ കൊല്ലാതെ വീഴുമോ? പറയടാ. അത് എന്താടാ, നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? തമ്പൂട്ടാ, അതെ, നീ കാര്യം അറിയാതെ എടുത്തു ചാടരുത്. നിങ്ങളെ രക്ഷിക്കാനുള്ളൊരു സൂത്രം ഒപ്പിച്ചിട്ടാ ഞാൻ വന്നത്. എന്ത് സൂത്രം? എന്നും ആനക്കരള് തിന്നാൻ ഒരു മോഹം തോന്നി. ശരിയാ, അതെന്റെ അതിമോഹമാണെന്ന് എനിക്ക് മനസ്സിലായി കൂട്ടുകാരെ. അതുകൊണ്ടാ ഞാൻ നിങ്ങളെ മാറ്റി പാർപ്പിക്കാൻ തീരുമാനിച്ചു. അതിന് രാക്ഷസൻ സമ്മതിക്കോ? ഞാൻ ഈ കാടിന്റെ മന്ത്രിയാ, അല്ലാതെ രാക്ഷസന്റെ അല്ല. നിന്റെ സൂത്രം എന്താണെന്ന് പറയടാ. എലിഫന്റ് കോളനിയിൽ നിന്ന് എല്ലാ ആനകളും ഒഴിഞ്ഞു പോണം. രാക്ഷസൻ പട്ടിണി കിടന്ന് ചത്തോളും. നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോടാ. നീ ഇപ്പോഴാ ശരിക്കും മന്ത്രിയായത്. ഇന്ന് രാത്രി തന്നെ എല്ലാരും ഒഴിഞ്ഞു പോക്കോ. താങ്ക് യു വെരി മച്ച്. തമ്പൂട്ടാ, ഞങ്ങൾ നിന്നെ കാണാൻ വന്നതാടാ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞോ? അറിഞ്ഞടാ, അതല്ലേ ഞങ്ങള് വന്നത്. ഇനി ഒന്നും പേടിക്കാനില്ല. മന്ത്രിക്കുറുക്കൻ തന്നെ ഒരു സൂത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഞങ്ങളോട് എലിഫന്റ് കോളനിയിൽ നിന്ന് രക്ഷപ്പെട്ടോളാൻ. പിന്നെ രാക്ഷസൻ പട്ടിണി കിടന്ന് ചത്തോളും. തമ്പു ഒരു മണ്ടന. കറുമ്പി ഇവരെ പോലെ ആയോ? എന്താടാ തക്കടു? നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും കുറുക്കനെ വിശ്വസിക്കൂ? അവൻ മഹാസൂത്രശാലിയാ. അവന് ചതിക്കാനേ അറിയത്തുള്ളൂ. ഇനി എന്തു ചെയ്യും കൂട്ടുകാരെ? നീ പേടിക്കണ്ടട തമ്പു. എന്ത് സംഭവിച്ചാലും ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട്. ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെ കേൾക്കുന്നേ. എന്റെ കണ്ണു നിറഞ്ഞു. എടാ തമ്പുട്ടാ, ഞാനും നിന്നെ കൊറേ വേദനിപ്പിച്ചു. എനിക്കിപ്പോ ധൈര്യമായി. ഞാനും നിന്റെ കൂടെ ഉണ്ട്. കൂട്ടുകാരെ, എന്താ റാംബൂട്ട? നിങ്ങൾ ചിമ്പനോട് സംസാരിച്ചില്ലേ? അത് ചിമ്പനയാകെ തളർത്തി കളഞ്ഞു. നീ കാര്യം പറയടാ റാംബോ. കിട്ടും പൊന്നും വെറ്റിയും തക്കടും തമ്പുവിന് വേണ്ടി മരിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. ചിമ്പൻ അതെല്ലാരോടും പറഞ്ഞു. എല്ലാവരും തമ്പുവിന്റെ കൂടെ നിൽക്കാനും തീരുമാനിച്ചു. ഉണ്ണീശോയ്ക്ക് സ്തുതി. ഇപ്പോഴാണ് നിങ്ങൾ എല്ലാവരും നന്മയുടെ പക്ഷത്ത് ചേർന്നത്. കൂട്ടുകാരായാൽ ഇങ്ങനെ വേണം. ഇനി നമ്മൾ എന്താ കിട്ടു ചെയ്യേണ്ടത്? നമുക്ക് എല്ലാവർക്കും ആ രാക്ഷസന്റെ അടുത്തേക്ക് പോവാം. അവനെ ഈ കാട്ടിൽ നിന്ന് ഓടിക്കണം. അത് ശരിയാ. ഈ കാട്ടിലെ മൃഗങ്ങളെല്ലാം ഒരുമിച്ച് നിന്നാ ഏത് രാക്ഷസനും പേടിച്ച് പമ്പ കടക്കും. എന്നാ വാ കൂട്ടുകാരെ, എല്ലാരും താഴ്വരയിൽ ഒത്തുകൂടാന്നാ പറഞ്ഞിരിക്കുന്നേ. വാടാ തമ്പുട്ട. കൂട്ടുകാർ എല്ലാവരും കൂടി എങ്ങോട്ടാ പോകുന്നേ? ഞങ്ങൾ ആ രാക്ഷസനെ കാണാൻ പോകുന്നതാ മിക്കായേൽ. ഇല്ലാത്ത രാക്ഷസനെ നിങ്ങൾ എന്തിനാ കാണുന്നേ? ഇല്ലാത്ത രാക്ഷസനോ? അതേ തമ്പു, അങ്ങനെ ഒരു രാക്ഷസനേ ഇല്ല. അപ്പൊ മന്ത്രിക്കുറുക്ക പറഞ്ഞതോ? കുറുക്കൻ മഹാസൂത്രശാലിയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? പിന്നെന്തിനാ അവൻ അങ്ങനെ പറഞ്ഞേ? എലിഫന്റ് കോളനിയുടെ അടുത്ത് മുയൽ കാടുകളാ. ആനകളെ എല്ലാം അവിടുന്ന് ഓടിച്ചാൽ കുറുക്കന്മാരെല്ലാവരും അവിടെ താമസമാക്കും. ഇര തേടി അരഞ്ഞു തിരിഞ്ഞ് നടക്കുകയും വേണ്ട. എടാ ഭയങ്കര. മുയൽക്കാടുകളിൽ നിന്നും ഒരു മുയലിനെ പോലും പിടിക്കാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല.
അതുകൊണ്ടല്ലേ അവൻ ഇല്ലാത്തൊരു രാക്ഷസന്റെ കഥ പറഞ്ഞുണ്ടാക്കിയത്. എന്തായാലും പരസ്പര സ്നേഹത്തിന്റെ വില എല്ലാവർക്കും മനസ്സിലായി. മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായി. ഈ മനോഭാവത്തിന് ഒരിക്കലും മാറ്റമുണ്ടാവാതിരിക്കട്ടെ. നിങ്ങൾക്ക് സമാധാനം. എടാ തമ്പൂട്ട, ആ കള്ളക്കുറുക്കനെ വെറുതെ വിടരുത്. അവനെ വെറുതെ വിടാനോ? നീ വാടാ റാംബോ. ദേഹമൊക്കെ ഒന്ന് അനങ്ങിയിട്ട് കുറച്ച് നാളായി. വാടാ പിള്ളേരെ. അയ്യോ, രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ.